ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമരപ്പയർ തോരനാണ്. ഇവിടെ കൊച്ചിയിൽ പറയുന്നത് അമരപ്പയർ എന്നാണ്. ചിലയിടങ്ങളിൽ വള്ളിപ്പയർ എന്നും പറയും. ഇത് 200 ഗ്രാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർക്കുക. ഒരു പച്ചമുളകും 2ആയി അരിഞ്ഞ് ചേർക്കുക. അത് ഇളക്കി കൊടുത്ത് സവാള ചെറുതായി വാടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ ഇട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഗ്യാസ് സിമ്മിലിടണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അതവിടെ വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, 2 പച്ചമുളക്, 2 ഇതിൽ കറിവേപ്പില, 2 വെളുത്തുള്ളി അല്ലി, കുറച്ച് ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ ഒന്നെടുത്ത് മിക്സിയിൽ ക്രഷ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു വിധം വാടിയിട്ടുണ്ട് അമരപ്പയർ. ഇതിലേക്ക് ക്രഷ് ചെയ്തിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ അമരപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.